ബംഗ്ലാദേശിൽ അക്കൗണ്ട് ഉണ്ട്, പാകിസ്ഥാനിൽ അക്കൗണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ബംഗ്ലാദേശികൾക്കും പാകിസ്ഥാനികൾക്കും അവർക്ക് അവരുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവര് പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊപ്പഗേഷൻ നടത്തി അതിനുള്ള സാഹചര്യം ഒന്നുമില്ല. ഇതൊക്കെ വെറും കഥകൾ മാത്രമാണ്. എല്ലാം തള്ളിക്കളയാൻ പറ്റത്തില്ല. മാത്രം ഫോളോവേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ അതാണ് ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. പിന്നെ എന്തിനാണ് തുടരെ ബാൻ ചെയ്യുന്നത്? ഇവർ അശ്ലീലമായിട്ടുള്ളതോ അരാഷ്ട്രീയമായിട്ടുള്ളതോ ആയിട്ടുള്ള എക്സ് അക്കൗണ്ട് കളഞ്ഞതിന്റെ കാര്യം തന്നെ പറഞ്ഞ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് രാജ്യത്തിന്റെ വിവേചന അധികാരമുണ്ട്. ഇപ്പൊ കരുതൽ തടങ്കലിൽ നിൽക്കുന്ന പോലെ ഒരു ജൻസി കലാപമായാലോ. അതുകൊണ്ട് രാജ്യസുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ, കാരണം 15 മില്യൺസ് ആൾക്കാർ ഒറ്റയടിക്ക് പെട്ടെന്ന് അയക്കുന്ന ഈ 15 മില്യൺസ് ആൾക്കാർ നമുക്കറിയില്ല, ചിലപ്പോൾ ഇവിടുന്ന് കേരളത്തിലാകാം അല്ലെങ്കിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലാകാം, പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഭീഷണി എന്ന നിലയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ത്രെഡ് തന്നെയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവരെ ഫോളോയെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ അവരുടെ പോസ്റ്റുകൾ റീഷെയർ ചെയ്ത് എനിക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ആക്ച്വലി ഇവിടെ ആവശ്യപ്പെടുന്നത് മാറ്റമാണ്. ഇത് എന്താണ് എനിക്കിപ്പോഴും വ്യക്തമാകാത്ത, എന്താണ് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ BJP ഇത്രമാത്രം ഭയപ്പെടുന്നത്? അതാണ് എന്തിനു ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാണ് എക്സിൽ നിന്നും ഈ അക്കൗണ്ടുകൾ മാറ്റുന്നത്? എന്തിനാണ്? ഞാൻ ഒരു കാര്യം പറയാം, ഒറ്റയടിക്കാനെ ഇത്രയുള്ള ആളുകൾ സംഘടിച്ചിട്ടില്ല, പാർട്ടി ഫോം ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ നേപ്പാൾ നമുക്ക് എടുത്തു പോകാം. നേപ്പാൾ ജൻസി കലാപം നമ്മളെല്ലാം കണ്ടതാണ്. അവരാരും പരസ്പരം നേരിട്ട് സംസാരിച്ചിട്ടല്ല, സോഷ്യൽ മീഡിയയിൽ കൂടെ തൊഴിലില്ലായ്മ ചോദ്യം ചെയ്യുന്നവരെല്ലാവരും രാജ്യദ്രോഹികളാണോ? രാജ്യദ്രോഹികളാണെന്നല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ രാജ്യദ്രോഹികൾ ഞാൻ എടുത്ത് പറഞ്ഞു. ഞാൻ എക്സിന്റെ കാര്യം എടുത്ത് പറഞ്ഞു. എക്സിൽ അങ്ങനെ പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നേപ്പാളിലേക്കാണ് പോയത്. ഞാൻ ഇവിടെയുള്ള രാജ്യദ്രോഹി എന്ന് വിളിച്ചിട്ടില്ല, രാജ്യവിരുദ്ധ എന്ന് വിളിച്ചിട്ടില്ല. ഞാൻ നേപ്പാളിലേക്ക് പോവുകയാണ് ചെയ്തത്. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലില് ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 100% ഇടതുപക്ഷ അനുഭാവിയാണ്. BJPയുടെ രാഷ്ട്രീയത്തെയും വ്യക്തമായിട്ട് എതിർക്കുന്ന ഒരാളുമാണ്. പക്ഷേ ഞാൻ ഒരു വീഡിയോ ഇട്ടു, ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് രാഷ്ട്രീയപരമായിട്ട് എവിടെയൊക്കെ ഒറ്റപ്പെട്ടു, അതിനെ BJP എങ്ങനെ മുതലെടുക്കുന്നു, BJPക്ക് എങ്ങനെ ഇത്ര വോട്ട് ഷെയർ ഇവിടെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടു. ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുടെ എക്സാക്ട് കാര്യങ്ങളാണ് ഗുരുവായൂരിലെ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അതെ അതെ അതെ. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഹുക്ക്, ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ബാക്കിത്തെ കോണ്ടന്റ്, ഇതൊന്നും ഫുള്ള് കേട്ടിരിക്കാൻ ഒരു തരത്തിലും ഒരു സഹിഷ്ണുതയില്ല. ഇവര് വന്നങ്ങ് തെറിയ, അതിനൊക്കെ അറിയില്ല. ഞാൻ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഇലക്ഷന് റോട്ടിലിറങ്ങി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ 100% ഇടതുപക്ഷക്കാരനാണ്. നീ ആരാണ്, എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഒരു മതത്തിനെ നിങ്ങൾ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഇത്ര വലിയ തീപ്പൊരി സഖാവാണെന്ന് പറയും. ആ കമന്റ് ഇപ്പോഴും ആ ഒരു മെസ്സേജിൽ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഒരു വീട്ടിലേക്ക് വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യേണ്ട ആളുകൾ നിങ്ങളുടെ മുഖം കണ്ടതുകൊണ്ട് മാത്രം ചിലപ്പോൾ വോട്ട് ചെയ്യില്ല. ആ സാഹചര്യം തന്നെയാണ് എടുത്തത്. മതം വളരെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയിലും കേരളത്തിലും. അത് എത്ര മൂട്ടി വെച്ചാലും പറ്റില്ല. അപ്പോ അവിടെ ആ ഒരു സൈഡ് ഉണ്ട്. ഇപ്പറൊരു സൈഡ് മതം പോലെ വളരെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ രാഷ്ട്രീയം. കാരണം അത് നമ്മുടെ സ്വകാര്യതയാണ്. ശരിക്കും മതവും രാഷ്ട്രീയവും ബന്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ 100% അടിവരയിട്ട് പറയട്ടെ, മതവും രാഷ്ട്രീയവും സെപ്പറേറ്റ് ചെയ്ത് തന്നെ നിർത്തേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇലക്ഷൻ നിന്ന സമയത്ത് കാണിച്ച ഒരു ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു മതമേലധ്യക്ഷന്റെ അടുത്ത് പോയിട്ട് വോട്ട് പോലും ചോദിച്ചില്ല. ഞാൻ പള്ളിയിലോ അമ്പലത്തിലോ ബോധപൂർവം പോയിട്ടില്ല. അത് ഇന്റൻഷനലി തന്നെ പോയില്ല. ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ എല്ലാ ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിനും എല്ലായിടത്തും പോകുന്ന ഒരാളാണ്. പക്ഷെ എനിക്കിതിലൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട്. ഞാൻ അവിടെ പോയിട്ട് വിധേയപ്പെടില്ല എന്ന് എനിക്കൊരു പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആളുകൾ കൂടുന്നിടത്ത് പോകാം, അതിന് കുഴപ്പമില്ല. പക്ഷെ വിധേയപ്പെടുന്നതിനാണ് പ്രശ്നമുള്ളൂ. അതായത് ഞാൻ ഒരു മതമേലധ്യക്ഷന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ ആശീർവാദങ്ങളും വിധേയത്വവും കൽപ്പിക്കുകയും തിണ്ണനിരങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതെനിക്കൊരു ബാധ്യതയാണ്. വിധേയത്വം ഒരു വഴിയാകും. അത് രാഷ്ട്രീയക്കാർ എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു വിധേയത്വം മതമേലധ്യക്ഷന്മാര് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലാണ്. ഞാൻ ഇത്തരത്തിലുള്ള ഒരു മതമേലധ്യക്ഷന്റെ അടുത്ത് പോയിട്ട് ഒരു അംഗീകാരവും ഒരു ആശീർവാദവും വാങ്ങാതെയാണ് ഇലക്ഷന് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത്രമാത്രം വോട്ടുകൾ, വെറും 7000 രൂപ മുടക്കിയിട്ട് എനിക്ക് 1562 വോട്ട് കിട്ടി. വലിയ കാര്യം തന്നെയാണത്. അപ്പോ ഞാൻ പരസ്യമായിട്ട് പറയുകയും ചെയ്തു എനിക്ക് ഇത്തരത്തിലുള്ള ആശീർവാദങ്ങൾ വേണ്ട എന്ന്.
അപ്പൊ നമുക്ക് മത സ്ഥാപനങ്ങൾ ഇപ്പൊ ഒരു പള്ളിപ്പെരുന്നാൾ ഉണ്ട് എങ്കിൽ അങ്ങനെ പറയാൻ തയ്യാറാണ്. അല്ല, അത് ജയിക്കണം എന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വർഗീയ ശക്തികളെയും മൃദുവർഗീയ ശക്തികളെയും കൂടെ നിർത്തേണ്ടതായിട്ടുണ്ട്. പോയേ പറ്റത്തുള്ളൂ. അതൊക്കെ അപ്രിയ സത്യങ്ങളാണ്. അതൊക്കെ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ഇവിടെ തന്നെ ഉണ്ട്. ഇതിന്റെയൊക്കെ കാലഘട്ടത്തിലാണ് ഇപ്പോ ഞങ്ങളെപ്പോലുള്ള ഈ ഒരു യുവതി യുവാക്കൾ ഞങ്ങൾ ഈ സിസ്റ്റത്തിൽ ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആണ്. ഈവൻ എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന സപ്പോർട്ട് അത് CJPയുടെ എക്സാക്ട് പൊളിറ്റിക്കൽ സിനാരിയോ തന്നെയാണ്. മറ്റൊരു വേർഷൻ തന്നെയായിരുന്നു. അതായത് ഇവിടത്തെ സിസ്റ്റത്തിൽ മടുപ്പുള്ള. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? കാരണം ഇവിടുത്തെ ഒരു സിസ്റ്റത്തെ മടുപ്പെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാമോ? എന്തുകൊണ്ട് യുവതി യുവാക്കള് ഇത്തരത്തിലുള്ള സിസ്റ്റത്തിൽ മടുപ്പ് അനുഭവപ്പെടുന്നു? ഞാൻ ഒറ്റ ഉദാഹരണം തന്നെ പറയാം. കേരള ബാങ്ക് നമ്മുടെ സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ ബാങ്കുകളെ ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് ബാങ്കാണ്. ഈ ബാങ്കിലേക്ക് ജീവനക്കാരായിട്ട് ക്ലർക്കായിട്ട് എക്സാം എഴുതി വർഷങ്ങളോളം പഠിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അഡ്വൈസ് മെമ്മോയും കിട്ടിയിട്ടുള്ളവർക്ക് അവരുടെ തൊഴിലാളി യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുക. അവരെടുക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് ആർക്കും ഇന്ന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്തിട്ടില്ല. അതായത് വെറുതെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നവരെ വിളിച്ചെണീപ്പിച്ചിട്ട് ഇല ഇട്ടിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഊണുണ്ട് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് പറയണ എണീറ്റ് പോടാ. ഇതുവരെ കൊടുത്തിട്ടില്ല. അതിന്റെ പേരില് അതായത് നാളെയോ നാളത്തേഞ്ഞോ എനിക്ക് ജോലി കയറാം എന്നുള്ള പ്രതീക്ഷയുടെ പുറത്ത് ജോലി രാജിവെച്ചിട്ടുള്ളവരുണ്ട്, കല്യാണം ഉറപ്പിച്ചിട്ടുള്ളവരുണ്ട്. അപ്പോ ഇത്ര യുവതി യുവാക്കളുടെ ജീവിതമാണ് സ്റ്റക്ക് ആയിട്ടുള്ളത്. ഓക്കെ, അവർക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്തരത്തിൽ എത്രമാത്രം യുവതി യുവാക്കളാണ് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വളരെ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവര്. വേറെ ഒന്നും വേണ്ട, നമ്മളെല്ലാവരും ഡോക്ടർമാർ എന്ന് വിശേഷിപ്പിക്കുന്ന, വളരെ നല്ല ലൈഫ് എന്ന് വിശേഷിപ്പിക്കുന്ന ഡെന്റിസ്റ്റുമാര്, അവരുടെ ജീവിതത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 25-30 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് അവരെല്ലാവരും ഈ പർട്ടിക്കുലർ കോഴ്സ് പഠിച്ച് പാസ്സായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഇതിൽ എത്ര പേർക്ക് 20,000 രൂപ കൂടുതൽ ശമ്പളത്തിൽ ജോലിയുണ്ട്? 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പോലും 25,000 രൂപയാണ് ശമ്പളം ഉള്ളൂ. അതിനകത്ത് 15,000 രൂപ എഡ്യൂക്കേഷൻ ലോൺ പോകണം. ബാക്കി 10,000 രൂപയ്ക്കാണ് ഒരു ഡോക്ടർ ഈ കേരളത്തിൽ ജീവിക്കുന്നത്. അപ്പോ ഇത്തരത്തില് ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഓൾറെഡി പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാജ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തില് തീർച്ചയായിട്ടും നമ്മൾ മുടുക്കി ഉടുക്കണമെന്ന് പറയുന്നതിന്റെ ഹിന്ദി വേർഷനാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ദേശീയ സാഹചര്യം, അതിപ്പോ ഇന്ത്യയിൽ ഉണ്ടായ ഒരു പ്രശ്നമല്ല, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അപ്പോഴും ഇവിടെ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരാനുണ്ട്, കൂടുതൽ സാഹചര്യങ്ങൾ വരാനുണ്ട്. അപ്പൊ അതിനെതിരെ എപ്പോഴും ഇപ്പൊ UPA അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യം ഒരു പ്രതിപക്ഷ ശബ്ദമൊക്കെ നിലച്ച് ഇങ്ങനെ ഒതുങ്ങി പോവാണ്. ഇത് വീണ്ടും BJPനെ അല്ലെങ്കിൽ NDA മുന്നണിനെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യത്തിലാണ്. അപ്പോ എപ്പോഴും ശബ്ദിക്കുന്ന ഒരു തലമുറ യുവാക്കൾ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് നമുക്കിപ്പോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നത്. അപ്പൊ ഈ എന്ന് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള യുവതി യുവാക്കളായിരുന്നു. ഭഗത് സിംഗ് ആയിക്കോട്ടെ, അംബേദ്കർ ആയിക്കോട്ടെ, ഏത് ദേശാഭിമാനികളായിക്കോട്ടെ, ഇവരെല്ലാവരും യുവാവായിരുന്നപ്പോ അവർക്ക് കിട്ടിയൊരു ഫയറിന്റെ പുറത്താണ് മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ജോർജ് ഫെർണാണ്ടസ് ആയിക്കോട്ടെ, ഒരുപാട് പേരുടെ യുവതി യുവാക്കളുടെ ശബ്ദവും രക്തവും എല്ലാവരും ജീവിതവും കൊടുത്തിട്ടാണ് ഈ നാട് ഇങ്ങനെയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു ശബ്ദം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരു വീഡിയോയ്ക്ക് ആദ്യം തന്നെ വന്ന് കമന്റ് ഇട്ടത് സംഘ് എഡിറ്റേഴ്സ് കേരള എന്ന് പറയുന്ന ഒരു ചാനൽ വന്നിട്ട് കമന്റ് ഇടുവാണ്, ഈ CJP പാർട്ടി പൊട്ടയാണ്, ഇവര് തട്ടിപ്പാണ്. ഇവർ ആക്ച്വലി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് എന്നും അവര് കൃത്യമായിട്ട് അടുത്ത ഇലക്ഷന് മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ഇവര് വിചാരിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഡിങ്കൻ ദൈവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിങ്കൻ ശരിക്കും ദൈവമാണ്. അപ്പൊ ബാലമംഗലം ഡിങ്കന്റെ വിശുദ്ധ പുസ്തകമാണ്, കപ്പയാണ് അവിടുത്തെ പ്രസാദം. ഇങ്ങനെ പോലും വിശ്വസിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അല്ല, ഈ മാജിക് മാലുവിന്റെ മന്ത്രവടി ഓൺലൈനിലിട്ട് വിറ്റിട്ട് അത് വാങ്ങാൻ പോയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോ അത്തരത്തിലുള്ള സമൂഹത്തിൽ ഇതിലും വലിയ തട്ടിപ്പുകളും ഇതിലും വലിയ സ്കാമുകളും ആഘോഷിക്കപ്പെട്ട് ഇന്ത്യയിൽ നടത്തുന്നുണ്ട്, ഗവൺമെന്റ് വരെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള സാഹചര്യത്തില് ഇത്തരത്തിലുള്ള ഒരു മോമെന്റ് വന്നു കഴിഞ്ഞാൽ അതിനെ കൊല്ലണം, അതിനെ നശിപ്പിക്കണം. അയ്യോ ഇവരെല്ലാം രാജ്യദ്രോഹമാണ്, ഇവരുടെ അക്കൗണ്ട് പൂട്ടിക്കണം. ഇതിപ്പോ
ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്രയും സുപ്രീം പവർ ഹോൾഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും മോദിയും അതുപോലെ തന്നെ BJP ആണെന്നുള്ള സത്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു സുപ്രീം പവറിന്റെ 1 കോടിയിൽ ഒരംശം പോലും ഇല്ല ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾ. പക്ഷെ ഇവര് ഭയങ്കരമായിട്ട് പേടിക്കുന്നു. ആ പേടിയാണ് നമുക്ക് ചെയ്യണം എന്തോ നമ്മൾ ചെയ്യുന്നത് റൈറ്റ് ട്രാക്കിലാണ് എന്ന് തോന്നിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ പേടിക്കുന്നു എന്ന് പറയാനുള്ള കാര്യം എന്താ? ആ നമ്മൾ കമന്റ് ബോക്സുകൾ തന്നെ വായിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ സിംപിളി പറയാം, സംഘപരിവാറിന്റെ ഏറ്റവും കേരളത്തിലെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് വന്നിട്ട് ഇവര് കള്ളന്മാരാണ്, ഇവര് പാകിസ്ഥാനിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ രസം മേടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാലോ, വേറെ ആർക്കും എനിക്കറിയാലോ. ഞാൻ വരെ സ്പോൺസേർഡ് ആണ്. CJP പാർട്ടി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റീൽ ഇട്ടപ്പോ ഞാൻ വരെ സ്പോൺസേർഡ് ആണ്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ രസം. ചുമ്മാ അങ്ങ് അടിച്ചുകൂടെ. ഈ സെയിം സാഹചര്യം ഞാൻ എന്റെ റിയൽ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരു യുവാവോ യുവതിയോ ഒരു ആശയവുമായിട്ട് മുമ്പോട്ടേക്ക് വരുമ്പോ, അവര് രാഷ്ട്രീയത്തിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് വരുമ്പോ, അയ്യോ യുവാക്കളും യുവതികളൊന്നും ഇതിന്റെ അകത്ത് ഇടപെടേണ്ട ആളുകളെ അല്ലേ, ഞങ്ങൾ കുറച്ച് കാരണവന്മാരുണ്ട് ഇതിന്റെ അകത്ത്, ഇത് ഞങ്ങളുടെ ഏരിയ ആണ്, ഇത് കീഴ്വഴക്കങ്ങളാണ്, ഇത് നിങ്ങൾ ഇതിന്റെ അകത്ത് മത്സരിക്കും, നിങ്ങൾക്ക് എന്താ അറിയാം, നിങ്ങൾ ഇതിന്റെ അകത്ത് മത്സരിക്കേണ്ട ആളാണ്, നിങ്ങളൊക്കെ പറയുന്ന പൊട്ട തെറ്റാണ്, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി. ഇനി നിങ്ങൾ എന്തെങ്കിലും ആശയമായിട്ട് വന്നു കഴിഞ്ഞാൽ നീ കാശ് മേടിച്ചിട്ട് ഞാൻ 3 കോടി രൂപ വാങ്ങിച്ചു എന്ന് കണ്ടവരുണ്ട് എന്ന് വീഡിയോയുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഈ 3 കോടി രൂപ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല ജീവിതത്തിൽ. അപ്പൊ ഇത്തരത്തിൽ ആളുകൾ അങ്ങ് പറയാണ്. ഇത് വേറൊന്നും കൊണ്ടല്ല, തനിക്ക് ചെയ്യാൻ പറ്റാത്തത് ഈ നാട്ടിലെ യുവാക്കളും യുവതികളും ചെയ്യുന്നു. ഞാൻ എന്റെ യൗവനകാലത്ത് ഈച്ചയാട്ടിയും നേതാക്കളുടെ പെട്ടി താങ്ങിയും നടന്നു. ഓക്കെ, പക്ഷെ ഇപ്പൊ യുവത്വം വളർന്നു വരുമ്പോ നാളെ എന്റെ നേതാവിന്റെയും അധികാരം നഷ്ടപ്പെട്ടേക്കാം. അപ്പോ ശബ്ദിക്കുന്ന യുവത്വത്തിനെയാണ് എന്നും അധികാരികൾ പേടിച്ചിട്ടുള്ളൂ. അത് പല രൂപത്തിലായിക്കോട്ടെ. ഇപ്പൊ CJP എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെന്റ് ഒരിക്കലും ഇന്ത്യൻ പരമാധികാരത്തെ തള്ളിക്കളയുന്നില്ല. ഇന്ത്യൻ രാജ്യത്തെ പരമാധികാരത്തെ മാവോയിസ്റ്റുകളെ പോലെ തള്ളിക്കളയുന്നില്ല. ആ സുപ്രീം അതോറിറ്റി ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അടിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോലും അവരെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ അംഗത്വം എടുത്തിട്ടില്ല. ഇത് അംഗത്വം എന്തിനാണ് എടുക്കുന്നത്? അല്ല, ശരിക്കും നിങ്ങൾ വിചാരിക്കും ഫ്രാൻസിസ് പോലെയുള്ള ആളുകള് കുറച്ച് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അവരൊക്കെ അംഗത്വം എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല ഇത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും അങ്ങനെ? ഇത് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജുകൾ വരുന്നതല്ലാതെ, കേരള ഘടകത്തിന്റെ മെസ്സേജ് വരുന്നതല്ലാതെ, എറണാകുളം DC-യുടെ മെസ്സേജ് വരുന്നതല്ലാതെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതിനൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഫോം ചെയ്തിട്ടില്ല. അത്രമാത്രം വലിയൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും, ഞാൻ വലിയ വെള്ളയൊക്കെ ഇട്ട് വലിയ നേതാവാണ് എന്ന് പറഞ്ഞാലും, വലിയ നേതാവാണ് തിരുവനന്തപുരത്തോട്ടേക്ക് വിളിക്കട്ടെ എന്ന് പറയുന്നവർക്ക് പോലും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇവിടെ ഇല്ല. പക്ഷെ ഇതൊരു യുവാക്കളുടെ ശബ്ദമായിട്ടും യുവതികളുടെ ശബ്ദമായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൊടുക്കാൻ പറ്റിയത്. ഇപ്പൊ ഞാൻ ഇലക്ഷൻ നിന്ന സമയത്ത് എനിക്ക് കിട്ടിയ മാസി സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ CJPക്ക് കിട്ടിയ അതേ സപ്പോർട്ട് തന്നെയാണ് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? തൊഴിലില്ലായ്മയാണ്, പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. ഒരു സാധാരണക്കാരന് ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ ഇട്ട് വലിപ്പിക്കും. ഓക്കെ, ഇനിയിപ്പൊ ഞാൻ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഓഫീസർ ഒരു എൽദോ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് മാത്രമല്ല എന്നെ കാണാം. എന്റെ പുറകിൽ അവർ 1562 പേരെ കാണും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ 1 ലക്ഷം 40 ലക്ഷം 50 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും അതെല്ലാം ഒരു വെർച്വൽ റിയാലിറ്റി എന്നുള്ള രീതിയിലേക്കാണ്. പക്ഷെ ഇതിന്റെ വളരെ ചുരുക്കം പോർഷൻ മാത്രമാണ് വോട്ടായിട്ടും ജനാധിപത്യ പ്രക്രിയയിലും പ്രതിഫലിക്കുകയുള്ളൂ. ഓക്കെ, അത് വളരെ എവിഡന്റ് ആണ്. ഇപ്പൊ എനിക്ക് 30,000 ഫോളോവേഴ്സ് ഉള്ള എനിക്ക് 1500 വോട്ടാണ് കിട്ടിയത്. ആ വോട്ട് പെർസെന്റേജ് ഒന്ന് നോക്കി. പക്ഷെ ഇതാ എനിക്ക് കിട്ടി ഇൻസ്റ്റാ ടു റിയൽ ആക്ച്വൽ വോട്ടിംഗ് ആണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടിയ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നും ജനറേറ്റ് ചെയ്തിട്ടുള്ള വോട്ടിംഗ് പെർസെന്റേജ്. അപ്പോ ആ ഒരു രീതിയിലേക്കാണ് ഈ കാര്യങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ബംഗ്ലാദേശിൽ അക്കൗണ്ട് ഉണ്ട്, പാകിസ്ഥാനിൽ അക്കൗണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവർക്ക്, ബംഗ്ലാദേശികൾക്കും പാകിസ്ഥാനികൾക്കും അവർക്ക് അവരുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവര് പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊപ്പഗേഷൻ നടത്തി അതിനുള്ള സാഹചര്യം ഒന്നുമില്ല. ഇതൊക്കെ വെറും കഥകൾ മാത്രമാണ്. എല്ലാം തള്ളിക്കളയാൻ പറ്റത്തില്ല. തുടക്കത്തിൽ അങ്ങനെ അല്ല, ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം
ടോക്കിംഗ് വിത്ത് ദ റിയൽ ഫാക്ട്സ്. ഇന്ത്യയിലെ 94% ഇന്ത്യൻ അക്കൗണ്ടുകൾ വെച്ചിട്ടാണ് ഈ CJPക്ക് ഇത്രമാത്രം ഫോളോവേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ അതാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. പിന്നെ എന്തിനാണ് തുടരെ ബാൻ ചെയ്യുന്നത്? ഇവർ അശ്ലീലമായിട്ടുള്ളതോ അരാഷ്ട്രീയമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു എക്സ് അക്കൗണ്ട് കളഞ്ഞതിന്റെ കാര്യം തന്നെ പറഞ്ഞ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് രാജ്യത്തിന്റെ വിവേചന അധികാരമുണ്ട്. ഇപ്പൊ കരുതൽ തടങ്കലിൽ നിൽക്കുന്ന പോലെ ഒരു ജൻസി കലാപമായാലോ? ജൻസി കലാപം, സായുധ കലാപം ഒന്നും ഇന്ത്യ പോലൊരു രാജ്യത്ത് പക്ഷേ നടക്കില്ല എന്നൊന്നും പറയരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ ജമ്മു കാശ്മീരില് ജൻസി കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും തെരുവിൽ ഇറങ്ങുകയും ചെയ്തതാണ്. പക്ഷെ അത് നടന്നില്ല. നമ്മുടെ ഫോഴ്സ് അത് അടിച്ചോടിച്ചു. അല്ല, ഇത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് നടക്കില്ല. നടക്കാൻ ശ്രമിച്ചിരുന്നു. കാരണം നേപ്പാൾ മോഡലിൽ ഇന്ത്യയിൽ നടത്താൻ ശ്രമിച്ചിരുന്നു, ജമ്മു കാശ്മീരിൽ നടത്താൻ ശ്രമിച്ചിരുന്നതാണ്. പക്ഷെ അത് നടന്നില്ല. എന്താണോ അവരെ തുടക്കം അതുപോലെ തന്നെ അവർ വിട്ടു പോവേണ്ടി വന്നു. അതുകൊണ്ട് രാജ്യസുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ, കാരണം 15 മില്യൺ ആൾക്കാർ ഒറ്റയടിക്ക് പെട്ടെന്ന് അയക്കുന്ന ഈ 15 മില്യൺ ആൾക്കാർ നമുക്കറിയില്ല, ചിലപ്പോൾ ഇവിടുന്ന് കേരളത്തിലാകാം അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലാകാം. പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഭീഷണി എന്ന നിലയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ത്രെഡ് തന്നെയാണ്. പക്ഷെ ഇന്ത്യയിൽ അത് നടക്കില്ല. കാരണം ജമ്മു കാശ്മീരിൽ നമ്മൾ ഓൾറെഡി ഒരു ജൻസി കലാപത്തിന് ആഹ്വാനം ചെയ്ത വ്യക്തി ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ജൻസി കലാപത്തിന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നടന്നില്ല. നമ്മുടെ ഫോഴ്സ് അതങ്ങ് അടിച്ചോടിക്കുകയാണ് ചെയ്തത്. കാരണം ആർക്കും ഹാംഫുൾ അല്ലാത്ത രീതിയിൽ അതങ്ങ് കളഞ്ഞു. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നുള്ള രീതിയിൽ. എങ്ങനെ ഒറ്റപ്പെട്ട സംഭവം? കേരളത്തിൽ നടന്നോ? കേരളത്തിലല്ല, ഇന്ത്യയിൽ നടന്നില്ലേ? ജമ്മു കാശ്മീരിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അല്ലല്ലോ നമ്മുടെ. മാറ്റി കളഞ്ഞല്ലോ. രാഷ്ട്രീയ സാഹചര്യം അല്ല, പദവിയൊന്നും ഇല്ല. എല്ലാം ഒരേ സംസ്ഥാനങ്ങൾ തന്നെയാണ്. പക്ഷെ അവിടെ ഇപ്പോഴും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ ജൻസി കലാപം പൊട്ടി പുറപ്പെട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവം എന്ന് വേണമെങ്കിൽ പറയാം, ഒറ്റപ്പെട്ട സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജൻസി കലാപം അവിടെ നടന്നിരുന്നു, നടക്കാൻ ശ്രമിച്ചിരുന്നു, മുളയിൽ നുള്ളിയിരുന്നു. പക്ഷെ അത് കേരളത്തിൽ നടന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് വെച്ചിട്ട് നടന്നല്ലാതാവും. അല്ല, ഇത് ഓരോ രാഷ്ട്രീയ തലത്തിൽ വെച്ചിട്ട് വേണം ചിന്തിക്കാനായിട്ട്. ഇതിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ആശയങ്ങളാണ് ഇവര് പ്രചരിപ്പിക്കുന്നത്. അല്ലാതെ ഒരു റൂട്ടിലിറങ്ങി, ഇപ്പൊ ബാംഗ്ലൂർ 22-ാം തീയതി റൂട്ടിലിറങ്ങി നമ്മൾ പ്രതിഷേധിക്കണം എന്നുള്ളൊരു പോസ്റ്റ് ഒരു CJP പാർട്ടിയുടെ വക്താവ് എന്ന് പറയുന്ന ഒരാളുടെ ഭാഗത്തു നിന്നും വന്ന ശേഷം ഇതിന്റെ ആക്ച്വൽ ഒറിജിനൽ ആളുകൾ തന്നെ അത് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം, ഞങ്ങളുടെ പേരിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള പ്രൊപ്പഗേഷൻസ് നടക്കുന്നുണ്ട്, ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പോലും ഞങ്ങളാണ് പറഞ്ഞത് എന്ന് പറയുന്നത്. അല്ല, ഇതൊരു മോബാണ്, ഒരു ആൾക്കൂട്ടമാണ്. തീർച്ചയായിട്ടും വരാതിരിക്കാൻ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അതിന് ഒരു കാരണവശാലും തർക്കിക്കാനോ അങ്ങനെ വരില്ല എന്ന് പറയാനോ വരൂന്ന് പറയാനോ പറ്റില്ല. കാരണം ഈ 15 × 10 ലക്ഷം അതാണ് ഇത്ര ആളുകൾ. 150 15 1.5 കോടി ആളുകൾ. അപ്പൊ ഈ 1.5 കോടി ആളുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഖ്യ മാത്രമാണ് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. വളരെ ചെറിയൊരു സംഖ്യ മാത്രമാണ്. ഇന്ത്യയിൽ ഏകദേശം 150 കോടിയോളം ആളുകൾ ഉണ്ട്. അതിൻ്റെ അകത്ത് വളരെ ചെറിയ സംഖ്യ മാത്രമാണ് 1.5 കോടി. അപ്പോ ഈ ആളുകള് പക്ഷെ ഇന്ത്യ മൊത്തം പടർന്നു കിടക്കുന്ന ആളുകളല്ല, ലോകം മൊത്തം പടർന്നു കിടക്കുന്ന ആളുകളാണ്. കേരളത്തിന് പുറത്തുള്ള ആളുകള് കേരളത്തിന് എങ്ങനെയാണ് ഉറ്റുനോക്കുന്നത്, അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ ഡയസ്പൊര അതിൽ അംഗങ്ങളാണ്. ഇതിലെല്ലാവർക്കും വന്ന് റൂട്ടിലിറങ്ങി കലാപം നടക്കാമെന്നോ, അല്ലെങ്കിൽ ഇവര് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവര് ആരും ഓർഗനൈസ്ഡ് അല്ല. അപ്പൊ ഈ പോസ്റ്റുകൾ കണ്ട് ഓക്കെ ഒരു സോഷ്യൽ മീഡിയ ഇവരൊരു മാറ്റം കൊണ്ടുവരും, ഇവരെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരട്ടെ, എനിക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അവരെ ഫോളോ എങ്കിലും ചെയ്ത് അല്ലെങ്കിൽ അവരുടെ പോസ്റ്റുകൾ റീഷെയർ ചെയ്ത് എനിക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ആക്ച്വലി ഇവിടെ ആവശ്യപ്പെടുന്നത് മാറ്റമാണ്. ഇതെന്താണ് എനിക്കിപ്പോഴും വ്യക്തമാകാത്ത, എന്താണ് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ BJP ഇത്രമാത്രം ഭയപ്പെടുന്നത്? അതാണ് എന്തിനു ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാണ് എക്സിൽ നിന്നും ഈ അക്കൗണ്ടുകൾ മാറ്റുന്നത്? എന്തിനാണ്? ഞാൻ ഒരു കാര്യം പറയാം, ഒറ്റയടിക്ക് തന്നെ ഇത്രയുള്ള ആളുകൾ സംഘടിച്ചിട്ടില്ല, പാർട്ടി ഫോം ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ നേപ്പാൾ നമുക്ക് എടുത്തു പോകാം. നേപ്പാൾ ജൻസി കലാപം നമ്മളെല്ലാം കണ്ടതാണ്. അവരാരും പരസ്പരം നേരിട്ട് സംസാരിച്ചിട്ടല്ല, സോഷ്യൽ മീഡിയയിൽ കൂടെ തൊഴിലില്ലായ്മ ചോദ്യം ചെയ്യുന്നവരെല്ലാവരും രാജ്യദ്രോഹികളാണോ? രാജ്യദ്രോഹികളാണെന്നല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ രാജ്യദ്രോഹികൾ ഞാൻ എടുത്ത് പറഞ്ഞു. ഞാൻ എക്സിന്റെ കാര്യം എടുത്ത് പറഞ്ഞു. എക്സിൽ അങ്ങനെ പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നേപ്പാളിലേക്കാണ് പോയത്. ഞാൻ ഇവിടെയുള്ള രാജ്യദ്രോഹി എന്ന് വിളിച്ചിട്ടില്ല, രാജ്യവിരുദ്ധ എന്ന് വിളിച്ചിട്ടില്ല. ഞാൻ നേപ്പാളിലേക്ക് പോവുകയാണ് ചെയ്തത്. നേപ്പാളിൽ ഇങ്ങനെ സംഘടിച്ച് അവിടെ കലാപം നടത്തി. അപ്പൊ നേരിട്ട് കണ്ട് മാത്രം നേരിട്ട് കണ്ടാൽ മാത്രമല്ല ഒരു സംഘടന വരുന്നത്, ഒരു ഫോം ആയിട്ട് വരുന്നത്. അവർ അതിലൂടെ തന്നെ കലാപം നടത്തി, അവർ തെരുവിലിറങ്ങി. അത് നല്ല രീതിക്ക് അത് വർക്ക് ഔട്ട് ആവുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഇനി നമുക്ക് ഇന്ത്യയിലെ കാര്യം വരാം.
രാജ്യവിരുദ്ധരാണോ രാജ്യദ്രോഹികളാണോ എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇവരെ രാജ്യദ്രോഹി എന്ന് വിളിച്ചിട്ടില്ല, രാജ്യത്തിന്റെ എതിരായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എക്സ് അക്കൗണ്ടിന് ഇവരുടെ കാര്യം കളഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞത് അതിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് അവർ സംസാരിച്ച ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് എനിക്ക് അത്രേ അറിയത്തുള്ളൂ, കാരണം അങ്ങനെ അറിയുള്ളൂ. എന്താണ് ഇത്രയും ആളുകളുടെ അതുള്ളത് കൊണ്ട് രാജ്യസുരക്ഷയ്ക്ക് ഒരു ഭീഷണി ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഉണ്ടാകാം എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ആ അക്കൗണ്ട് കളഞ്ഞതെന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത് പിന്നെയും വന്നിട്ടുണ്ട്, എക്സ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടാൻ പോവുകയാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിജിത് ദീപ് കെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് നിമിഷം വേണമെങ്കിലും പൂട്ടാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഓക്കെ. ഇവരാരും ഞാൻ രാജ്യദ്രോഹികളെന്നോ രാജ്യവിരുദ്ധരെന്നോ ഇവരെ വിളിക്കുന്നില്ല. പക്ഷേ ഇത്രയും ആളുകൾ കൂടി, യുവാക്കളുടെ ശബ്ദമാണ് ഇത്രയും ആളുകളിൽ കൂടി ഇനി ഇവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാമെന്ന്. കാരണം ഈ പറയുന്ന ആൾ എന്താണെങ്കിൽ യു കെ അല്ല യു എസിലാണ് അല്ലെ, യു എസിൽ പഠിക്കാൻ പോയേക്കാണ്, ബിരുദം പഠിക്കാൻ പോയേക്കാണ്. യു എസിലാ, അമേരിക്കയിൽ പഠിക്കാൻ പോയേക്കുവാണ്. ഇയാൾ എന്തായാലും അമേരിക്കയിലാണ്. എന്നിട്ട് ഇപ്പൊ അയാൾക്ക് വധഭീഷണി ഉണ്ട്. അയാളുടെ കുടുംബം എന്റെ മോന് രാഷ്ട്രീയമൊന്നും വേണ്ട, എന്റെ മോനെ എങ്ങനെയും സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിയാൽ മതി എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ഇന്നലെയൊക്കെ പറഞ്ഞു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. പക്ഷെ നമ്മുടെ പോയിന്റ് അതല്ല. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്ന് എക്സിലാണ് പറയുന്നത്. എക്സ് അക്കൗണ്ട് ഇത്രയും പെട്ടെന്ന് ആളുകൾ കൂടുന്നു. ഇവരെല്ലാരും കൂടി ഈ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. യുവജനം ഫ്രസ്ട്രേറ്റഡ് ആണ്. ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള യുവജന സംഘടന ഇങ്ങനെ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഈ 15 മില്യൺ ഫോളോവേഴ്സ് ഇറങ്ങിയിട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് രാജ്യത്തിന് ത്രെഡ് ആണോ അല്ലയോ? 15 മില്യൺ ആണോ അല്ലയോ? ചോദിക്കട്ടെ, ത്രെഡ് ആണോ? 15 മില്യൺ ആളുകൾ റൂട്ടിൽ ഇറങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? 15 മില്യൺ അല്ലെങ്കിലും ഒരു സംഘം കൂടി ഇറങ്ങി പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ പ്രതിഷേധിക്കുന്നത് തെറ്റാണോ? ഇന്ത്യയിൽ എന്തോരം പ്രതിഷേധം ഉണ്ട്, അതെല്ലാം തെറ്റാന്ന് ഞാൻ റൂട്ടിലിറങ്ങി പ്രതിഷേധിച്ചാൽ തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ എത്രത്തോളം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വ്യക്തമായിട്ടുള്ള ഒരു ആശയമില്ലാത്ത കുറെ ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ എന്താ ഏതാന്ന് പോലും അറിയാതെ സോഷ്യൽ മീഡിയ അത് കണ്ടു ഇത് കണ്ടു, ഇത് എന്റെ അതായിട്ട് യോജിച്ചാണ്, അവിടെ ഞാൻ ഞാൻ ഷെയർ ചെയ്യാന്നുള്ള ഭൂരിഭാഗം ആളുകൾ അതിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ സംസാരിച്ചു. ഇത് ഇവരെല്ലാരും കൂടി ഇറങ്ങി. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ അജണ്ട എന്താണോ, ഇതിന്റെ ഒരു പാർട്ടിയായിട്ട് ഇത് ഫോം ചെയ്തിട്ടില്ല. അത് എത്ര പേർക്ക് അത് അറിയാവുന്ന പോലും നമുക്കറിയില്ല. ഇതിപ്പോഴും ഒരു പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, എതിർക്കുന്ന ആളുകളുണ്ട്. സംഘപരിവാറിന്റെ സംഭവം പറഞ്ഞിട്ടുണ്ടല്ലോ, സംഘടിച്ചേഴ്സ്, അതേപോലത്തെ ആളുകളും വിശ്വസിക്കുന്നവരുണ്ട്. ഇതിൽ ഫോളോ ചെയ്യുന്ന ആളുകൾ വരെ പാർട്ടി ഫോം ചെയ്തു എന്ന് വിശ്വസിച്ച് പോസ്റ്റ് വരെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയാണ്, ഫോം ചെയ്തിട്ടില്ല. പക്ഷേ അതിൽ 15 മില്യൺ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നു ഞാൻ പറഞ്ഞില്ല. തെരുവിലേക്ക് പ്രതിഷേധിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ മറ്റൊരു ജൻസി കലാപമായിട്ട് ഇതിനെ മാറ്റാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ അത് രാജ്യത്തിനൊരു സുരക്ഷാ ഭീഷണിയാണ്. ആ ഒരു സുരക്ഷാ ഭീഷണിയെ മുൻനിർത്തി അല്ലെങ്കിൽ ഒന്ന് പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ എക്സ് അക്കൗണ്ട് കളഞ്ഞതെന്നാണ് അവരൊരു വിവരണം നൽകിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇനി എന്റെ വിലയിരുത്തലിലേക്ക് വരാം. രാജ്യസുരക്ഷയെ ബാധിക്കും എന്നാണ് അവർ പറയുന്നത്. രാജ്യസുരക്ഷനെ നിലവില് ചോദ്യം ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഹെയ്റ്റ് പോസ്റ്റുകളും അവരിട്ടിട്ടില്ല. അവർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പോസ്റ്റുകളും അല്ലെങ്കിൽ BJP വിരുദ്ധ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോസ്റ്റുകളാണ് ഇട്ടിട്ടുള്ളൂ. അപ്പൊ അത് രാജ്യത്തിനെ അല്ല ബാധിക്കുന്നത്, രാജ്യത്തിന്റെ നിലനിൽപ്പിനെ അല്ല ബാധിക്കുന്നത്, സർക്കാരിന്റെ നയങ്ങളെയാണ് ബാധിക്കുന്നത്. സർക്കാർ തന്നെ ഇവിടെയും ആ രീതിയിലേക്ക് മാത്യു കുഴൽനാടനെതിരെ കൃത്യമായിട്ട് നിയമ പോരാട്ടങ്ങള് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതല്ല, അല്ല, അത് വേറെ, അത് ഇലക്ഷന് ശേഷം. ഇത് ഇലക്ഷന് മുൻപ് പിണറായി വിജയൻ സർക്കാരിനെതിരെയും പിണറായി വിജയനെ പറ്റിയും മാത്യു കുഴൽനാടൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങളും നിയമ പോരാട്ടങ്ങളുടെയും പ്രതികാര നടപടിയായിട്ട് ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണെങ്കിലും എനിക്ക് സഹതാപം തോന്നിയിട്ടുണ്ട് ആ മനുഷ്യനോട്. ഒന്ന് പറഞ്ഞ് രണ്ടിന് അവിടെ സെർച്ച്, റെയ്ഡ്, വീടിന്റെ മതില് പൊളിച്ചു, അതിന് റെയ്ഡ്, ഒച്ചപ്പാട്, ബഹളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളഞ്ഞിട്ട് ഒരു മനുഷ്യനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഏതൊരു മനുഷ്യന് ഫീൽ ചെയ്യും. അത് ആ ഒരു നടപടികളാണ് ഇത്തരത്തില് ഇത്ര മൃഗീയ ഭൂരിപക്ഷം അവിടെ കിട്ടാൻ കാരണമായത്. അപ്പൊ ഇത്തരത്തില് ഒരാളെ തന്നെ ഒരു കൂട്ടം വന്നിട്ട് നിങ്ങൾ തെറ്റ് ചെയ്തു, നിങ്ങളാണ് പ്രശ്നക്കാര് എന്ന് പറഞ്ഞു കഴിയുമ്പോ ഇത് കണ്ടു നിൽക്കുന്ന ആളുകളൊന്നും മണ്ടന്മാരല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ CJP പാർട്ടിക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചു വിടുന്നതാണ് ഏറ്റവും കൂടുതൽ അത് പബ്ലിസിറ്റി കിട്ടാൻ കാരണം. ഞാൻ അടുത്തൊരു ഉദാഹരണം കൂടി പറയാം. VD സതീശൻ സാറ്, അദ്ദേഹം
പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് 1000 കോടി ടെക്കി കമ്പനികളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തൃശ്ശൂര് കൊണ്ടുവന്ന് ആംബുലൻസിൽ കൊണ്ടുവന്ന് അത് തുപ്പലം തൊട്ട് എണ്ണി 1000 കോടി രൂപയുണ്ട്, ആ പൈസ കുറയാതെ എന്ന് എണ്ണി തിരിച്ച് ബാംഗ്ലൂര് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞ് ഇവിടെ വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമരമാണ് ഇന്ന് അദ്ദേഹത്തിന് ഇത്രമാത്രം വലിയൊരു ഇമേജ് ബിൽഡ് ചെയ്താണ് എന്റെ കാഴ്ചപ്പാട്. എന്തിനാണ് ഈ മനുഷ്യന് നേരെ ഇത്രമാത്രം വലിയ ആരോപണമൊക്കെ ഉന്നയിക്കുന്നത്? പിന്നെ 1000 കോടി കൊണ്ടുവന്നു, ഇങ്ങനെ ആരോപണം നടത്തുന്നു, സമരം നടത്തുന്നു. ഇവിടെ എന്റെ ഗവൺമെന്റൽ മെഷീനറി ഉണ്ട്, എന്നിട്ട് എന്ത് ചെയ്ത് കണ്ടുപിടിക്കാത്ത ആ ഒരു തരത്തിലുള്ള പരാമർശങ്ങൾ വന്നു കഴിയുമ്പോൾ സാധാരണ മനുഷ്യര്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയല്ലാത്ത മനുഷ്യര് വിചാരിക്കും, ഇയാളൊരു കാര്യം പറഞ്ഞു എന്ന് വെച്ചാൽ ഇയാൾ ഇത്രമാത്രം കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന എന്തിനാണ്? അന്ന് അയാളുടെ ഭാഗത്ത് എന്തോ ശരിയുണ്ട്. ആ ഒരു ചിന്ത ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ആളുകൾ കൂടുതൽ അനുഭാവികളാകാൻ വേണ്ടിയിട്ട് ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് അത് വരും. പക്ഷെ ഇപ്പോഴും CJP പാർട്ടി എന്ന് പറഞ്ഞ ഒരു വെർച്വൽ സാധനം മാത്രമാണ്. ഈ ഇൻസ്റ്റ അക്കൗണ്ടുകളാണ് ഇതിനൊരു അൽഗോരിതം പുഷിങ് ആയിക്കോട്ടെ, ഇതിന് ആളുകൾ ഇറങ്ങണ്ടേ? അല്ല, ഒരു കൊടി പിടിക്കാൻ ഒരു കൈ വേണ്ടേ? ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കൊടി പിടിക്കാൻ കൈ വേണ്ടേ? ഇല്ല. ഇപ്പൊ ഒരു കുറച്ച് ആളുകൾ മാത്രം, 100 താഴെ ആളുകൾ മാത്രമാണ് ഓക്കെ ഞാൻ CJP പാർട്ടിനെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ മുന്നണിയിലാണ് ചേരാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനും പറ്റില്ല. അപ്പൊ എന്റെ ഇപ്പൊ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, ഞാനൊരു BJPയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോ പക്ഷെ എനിക്ക് എന്റെ പാർട്ടി വിടാൻ പറ്റില്ല, CJPയിൽ വർക്ക് ചെയ്യണം, അങ്ങനെയൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. ആം ആദ്മി പാർട്ടി തന്നെ ഇത്തരത്തിലുള്ളൊരു മൂവ്മെന്റിലൂടെ വന്നിട്ടുള്ളത്. പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള കുറച്ച് നേതാക്കന്മാരുണ്ടായിരുന്നു. ഇത് അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു നേതാക്കന്മാര് നമുക്ക് എവിടെയും കാണാൻ പോലും ഇല്ല. ഇത് വലിയൊരു അപരാധമാണ്, എന്തോ വലിയ മാരക തെറ്റാണ്, അങ്ങനെ വരുത്തി തീർക്കുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ആൽഗോരിതം പുഷിങ്, രണ്ട് രീതി നമുക്ക് സംസാരിക്കാം. ഒന്നില്ലെങ്കിൽ അതൊരു ആൽഗോരിതം പുഷിങ് ഉണ്ട്, കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യാത്ത, ഇവരെ പോസ്റ്റ് കാണാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് കൂടി അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം PR വർക്ക്സ്. ഒന്നാമത്തെ ആദ്യമേ തന്നെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഞങ്ങളെ അടിച്ചമർത്തുകയാണ്, ഞങ്ങളെ ശബ്ദിക്കുകയാണ്, ഞങ്ങൾ നിശബ്ദരാക്കുകയാണ് എന്നുള്ളത് ഇവരുടെ പേജുകളോട് തന്നെ ഇവര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ കമന്റ് ഇവര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സെയിം തിങ്സ് തന്നെ ഇവരുടെ കമന്റ്സ്, ഇവരുടെ പേജിലെ കമന്റ്സ് അല്ല, ഇവർക്ക് എതിരായിട്ട് ഒന്ന് വീഡിയോ ഇട്ടവരുടെ അടിയിലെ കമന്റ് ബോക്സും കൂടി ഒന്ന് വായിക്കാൻ തയ്യാറാകണം. വായിക്കാൻ തയ്യാറാകണം. അതിന് നമ്മൾ അഗൻസ്റ്റ് ആയിട്ടൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മതത്തെ വരെ ചോദ്യം ചെയ്ത രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്, ഇവരുടെ ലോഗോ ഉള്ളവർ സംസാരിക്കുന്നത്. ഞാൻ ഇതേ സെയിം തിങ്സ് ഞാൻ മുസ്ലിം ലീഗിനെതിരെ KM ഷാജി മതമാണ് പ്രശ്നം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് എനിക്ക് എന്ത് കമന്റിന്റെ മെത്തേഡ്സ് ആണോ വന്നത്, അതേ മെത്തേഡ്സ് ആണ് ഇവരുടെ ലോഗോ വെച്ചിട്ട് എനിക്ക് വരുന്നത്. തീർച്ചയായിട്ടും ലോഗോ വെച്ചിട്ട് എനിക്ക്. അപ്പോ എന്തുകൊണ്ടാണ് ഞാൻ അവരുടെ ഞാൻ ഒരു മതത്തെ പറ്റി പറയുന്നില്ല, ഒരു വ്യക്തിയെ പറ്റി പറയുന്നത്, ഒന്നും പറയാൻ CJP എന്നൊരു പാർട്ടിനെ പറ്റി മാത്രം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് അതേ മോഡൽ തന്നെയുള്ള ഭാഷകൾ ഇവർ യൂസ് ചെയ്യുന്നത്? അത് മനുഷ്യരെല്ലാവരും വൈകാരികമായിട്ടാണ് എപ്പോഴും ആ ഒരു പറയുന്നില്ലല്ലോ. പക്ഷെ ഇതൊക്കെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കും. ഇത് ഒരിക്കലും ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിട്ട് മാറിയിട്ടില്ല. ഇതിനൊരു സർക്കാസ്റ്റിക് സ്ലാപ്സ്റ്റിക് അതുകൊണ്ട് ഞാൻ അവരുടെ താഴത്ത് നമ്മുടെ കമന്റ് തന്നെ വരുന്ന അത് ഇങ്ങനെയൊക്കെയാണ്. അതായത് ചേട്ടന്റെയും എന്റെയും ഒരേ ശബ്ദം.